all units. Numerous complaints are being received about a speeding vehicle. We all have that we're in here. രണ്ടും മൂന്നും കോടി രൂപ വിലയുള്ള ലംബോഗിനിനെയും ഫെറാറിനെയും ഒക്കെ നാണിപ്പിച്ചുകൊണ്ട് നമ്മുടെ MG അവരുടെ ഏറ്റവും പുതിയ സൈഫർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ 0-100 എത്രയാണെന്നറിയാം, 3.2 seconds. അപ്പോൾ ഞാൻ ദാണ്ടെ ബുത്സ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ വന്നേക്കുവാണ് നമ്മുടെ MGയുടെ സൈഫർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാണ്ടെ ഇവിടെ ഒരു ഹാൻഡ്ലിംഗ് ട്രാക്ക് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഓൾറെഡി ഡ്രൈവ് ചെയ്തു. ഇനി ഇതിൻ്റെ 0-200 0-100 ടൈമിങ്ങും എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മെയിൻ ട്രാക്കിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ടർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യം കാണത്തില്ലായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ സിനിമയ്ക്കകത്ത് ഒരു ബബിൾ ബി ഓർക്കുന്നുണ്ടോ? മറ്റേ അത് ഷെവർലയുടെ ക്യാമറയാണെങ്കിലും ഏകദേശം ഈ കണ്ണൊക്കെ നോക്കി ശരിക്കും ഒരു ബബിൾ ബി പോകുന്ന പോലെ പോകുന്നില്ലേ? ഇതാണ് കേട്ടോ അവൻ്റെ കീ വരുന്നത്. നമ്മൾ മേഴ്സിഡസിൽ മേബാക്കിലൊക്കെ കാണുന്ന പോലെ ഈ കീയുടെ ഡിസൈനിനും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഒരു ത്രൂഔട്ട് LED സെറ്റപ്പ് പോകുന്ന ഒരു ലൈറ്റ്സാണ്. അതും വളരെ പ്രിസൈസ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എനിക്ക് നല്ല ജലദോഷമാണ്, എന്നിട്ടും ഇതാ ഈ ഒരു ഇവൻ്റ് ആയതുകൊണ്ട് അത് മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ചാടി വന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസർ ഡോറുകളാണ് കേട്ടോ. അതും ചുമ്മാ മെക്കാനിക്കലി നമ്മൾ പണ്ട് ഈ അവൻ്റെ ഡോറിലൊക്കെ കാണുമ്പോൾ അത് മെക്കാനിക്കലി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കീ സൗണ്ടും അല്ലെങ്കിൽ പൊങ്ങാതെയൊക്കെ വരുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 20 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കമ്പനി ഇവർ കൊടുത്തേക്കുന്നത്. ഇനി ഇവൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾസോ എക്സ്ട്രാ ഓർഡിനറി. 100-0 in 33 meters എന്നാണ് കമ്പനി പറയുന്നത്. ദാറ്റ്സ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ബ്രെംബോയുടെ 4 piston കാലിബേഴ്സ് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഞാൻ പറയാൻ മറന്നു, നിങ്ങൾക്ക് അറിയായിരിക്കില്ല ഇതൊരു കൺവേർട്ടബിൾ ആണ്, സോഫ്റ്റ് ടോപ്പ് ആണ് കേട്ടോ. സോഫ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞത് ഇതുണ്ടോ, ഇതൊരു കൈൻഡ് ഓഫ് ഒരു സോഫ്റ്റ് ടോപ്പ് മെറ്റീരിയലാണ്. എന്നാൽ കാറ്റടിക്കുമ്പോൾ പോരത്തില്ല, അതുകൊണ്ട് ചെറിയൊരു ഹാർഡ്നെസ്സും ഉണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവൻ്റെ എൻജിൻ ബേ അല്ല മോട്ടർ ബേ ഇവിടെ നോക്കിയാലൊന്നും കാണത്തില്ല, അതിൻ്റെ ബാക്കിലുണ്ട്. അത് രണ്ടും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമ്മൾ ആ ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ശരിക്കും ഒരു ഡ്യുവൽ മോട്ടർ സെറ്റപ്പാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. സിങ്കർണസ് മോട്ടറാണ് ഇതിന് വരുന്നത്. 510 BH പവറും അതുപോലെ തന്നെ 705 Nm ടോർക്കുമാണ് ഇവന് വരുന്നത്, ഈ രണ്ടെണ്ണം കൂടെ. അതുമാത്രമല്ല ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50-50 വെയിറ്റ് റേഷ്യോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. ഇനി നമുക്ക് ഈ ബാക്ക് ബൂട്ട് സ്പേസ് കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു സ്വിച്ചിലാണ് നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒരു തവണ ഞെക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. വാവ്, എന്തോ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് ഇവന് വരുന്നത് നോക്കി, കൺവേർട്ടബിൾ ആയിട്ട് പോലും സ്റ്റിൽ. ഇനി പിന്നെ ബാക്കിലത്തെ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് പോകുന്ന ഒരു LED ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആരോ സ്റ്റൈൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. യു ഗെറ്റ് ആൻ ആരോ ഫ്രീ എന്ന് പറയുന്നത് ആരോ സ്റ്റൈൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. സൈഫർ എന്ന് പറഞ്ഞൊരു ലെറ്ററിങ് അവിടെ വന്നിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഡിഫ്യൂസേഴ്സും ഒക്കെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇനി ഇവൻ്റെ ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടോ, ഞാൻ തലയിൽ നോക്കി തവണ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമോ എങ്ങനെയുണ്ട്? വീഡിയോ ഒക്കെ എടുത്ത് പലതും കുളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോസ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലെ സിസർ ഡോസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഡോസിലാണ് നമ്മുടെ സീറ്റ്സിൻ്റെ കൺട്രോൾ വരുന്നത്. അത് ശരിക്കും ഒന്ന് മാറിപ്പോയാലോ ഒന്നുണ്ട് കേട്ടോ. ഡോറിൻ്റെ കൺട്രോൾ ഡോറിൽ തൊട്ടാലത്തെ പ്രശ്നം എന്താ, അത് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. പ്രശ്നമല്ല, അത് കറക്റ്റാണ്. സ്റ്റിയറിംഗ് വീൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ടച്ച് സ്ക്രീൻ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ നമുക്ക് പല മോഡ്സ് ഇടാം. ഇവിടെ ഒരു സൂപ്പർ സ്പോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാലാണ് 0-100 3.2 സെക്കൻഡിലെത്തുന്ന ഒരു പവർഫുൾ ഫിഗർ എന്ന് പറയുന്നത്. AC കൺട്രോൾസ് എല്ലാം നല്ല ടച്ച് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് ലിവർ കൊടുത്തിട്ട് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ വേഗത്തിൽ പോകുമ്പോൾ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാനുണ്ട്. 77 kWh ബാറ്ററിയാണ് കേട്ടോ. 550 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്.
on drive. സോ മച്ച്. അപ്പോൾ നമ്മൾ തൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ട്രെയിനർ ചേട്ടനുണ്ട്. ഹായ്. അപ്പോൾ ജസ്റ്റ് യൂഷ്വലി പോലെ ഒരു വെഹിക്കിളിൻ്റെ അകത്തെ പോലെ ഒരു ഡ്രൈവ് ഉണ്ടല്ലേ? ഐ എം സോ സോറി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം. I understand 12 languages. Don't worry. Maybe I can't talk Malayalam, but you understand but I Malayalam. understand. Okay. So we can roll out, right? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലാപ്പ് ജസ്റ്റ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പോഷിൻ്റെ ഇവൻറ്റിൻ്റെ സമയത്ത്. പക്ഷേ അന്ന് നമ്മൾ ടൈക്കൺ ജസ്റ്റ് ഒരു റൗണ്ടേ ഓടിച്ചുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു 2 ഹോട്ട് ലാപ്പ് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. കറൻ്റ്ലി വി ആർ ഇൻ സ്പോർട്ട് പ്ലസ് ഓർ ലൈക്ക് We are in normal sport mode. Normal sport mode. That's why the steering is hard, right? Yeah, a little bit. Yeah. And it's kept it a little hard. Okay. Because when you're at high speeds, loose steering wheel is not good. Okay. And if you feel that the birds are in front of you and are not moving, please honk, because this car doesn't make any sound from the outside. Okay. What you're hearing is from the speakers. ഇപ്പം നമ്മുടെ ആശാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ, പക്ഷികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹോൺ അടിക്കണം, കാരണം ഇതിന് സൗണ്ട് ഇല്ല. നമ്മൾ ഇതിൻ്റെ അകത്തോടെ കേൾക്കുന്ന സ്പീക്കേഴ്സിൻ്റെ അകത്തോടെ കേൾക്കുന്ന സൗണ്ടാണ്. Only for the launch, Okay. you use your left leg on the brake. Okay. And you hold, then you press the steering, you press the accelerator fully, and then, not right now, no. Okay. So you press the accelerator fully, and then after 2 seconds, you just release the brake. Okay. And that will be the launch. Same thing. You remember this thing, right? Okay. At the end of it, I'll tell you to lift off. Just release the thing. Then I'll tell you to brake. That time you brake. Okay. Okay?